ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ അത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ അത്താണിയാകുപോലെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരെ നല്ല പ്രായം നഷ്ടപ്പെട്ടു പോയി. ചില ആൾക്കാർ പറഞ്ഞു അവർ നല്ല സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ വീടും നല്ല സ്ഥലമൊക്കെ നല്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ചില ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങളുടെ ചില സാധനങ്ങൾ, സ്വർണ്ണ വസ്തുക്കൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പോയ എല്ലാ കാര്യങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ആ ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ദിശാബോധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ യുവജനങ്ങളുണ്ട്. അവരുടെ പഠന മേഖലകൾ കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് വേണ്ടി നല്ലൊരു സ്ഥലങ്ങളിൽ പോകാൻ, നല്ല രാജ്യത്തിന് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ നമ്മുടെ ജീവിതത്തിൽ നല്ല ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25 മുതലുള്ള തിരുവചനം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തി അണയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന് നാമം സ്തുതിക്കുകയും ചെയ്യും. സ്നേഹം നിറഞ്ഞവരെ, വചനം പറയുകയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. നഷ്ടപ്പെട്ട സ്ഥാനങ്ങൾ, നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട വസ്തുക്കൾ എല്ലാം ഉണ്ടാവാം. അതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ദൈവം നമുക്ക് തിരിച്ചു തരട്ടെ. ആ വിശുദ്ധനെ പ്രത്യേകമായ മാധ്യശക്തി കൊണ്ട് ദൈവം നമുക്കതെല്ലാം തിരിച്ചു തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതായ ചില സ്നേഹബന്ധങ്ങളും ആളുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മേഖലയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ വിദേശങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച്, പഠന മേഖലകൾ, നല്ലൊരു കോളേജ്, നല്ലൊരു സ്ഥാപനത്തിലൊക്കെ പഠിക്കുവാൻ വേണ്ടി പോകുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല വിധത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോകുവാൻ വേണ്ടി പല സംസ്ഥാനങ്ങളിലായിരുന്നു കൊണ്ട് പഠിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വിദേശ ഭാഷകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ജോലി മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലുള്ള പഠനങ്ങളിലായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. കുറേ നാളുകൾ ജോലി ചെയ്തിരുന്നു, ഇപ്പോൾ ജോലിയും ചെയ്യുന്നില്ല. നല്ലൊരു ജോലി മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മൾ കണ്ണുകളടച്ച് നമ്മുടെ എല്ലാവിധ പ്രാർത്ഥന നിയോഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ സ്നേഹിതനായ വിശുദ്ധ അന്തോണീസ് പുണ്യാള, എനിക്ക് എൻ്റെ മക്കൾക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിൽ
എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങൾ, സ്ഥലങ്ങൾ, സാധനങ്ങൾ എന്നിവയുടെ നിയോഗത്തിൽ അങ്ങയുടെ മാധ്യസ്ഥം തേടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള സഹായം എനിക്ക് തന്നരുളണമേ. ഇപ്പോൾ മൗനമായി നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്നും അങ്ങേ മാധ്യസ്ഥം വഴി എനിക്കത് നേടിത്തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാതൃശക്തി നമ്മളോടുകൂടി ഉണ്ടായി. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നല്ലൊരു സായങ്കാലവും നല്ലൊരു രാത്രിയും എല്ലാവർക്കും നേരുകയാണ്. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രാർത്ഥനയിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. അതുവരെ ദൈവം നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും ദൈവം സംരക്ഷിക്കട്ടെ. ആമേൻ.